ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 19-ാമത്തെ ആയത്തിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ആവർത്തിച്ചുള്ള ഖിറാഅത്ത് നമ്മൾ കേട്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വ്യത്യസ്ത ഖിറാഅത്തുകൾ കേട്ടോ? ഇല്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാര്യമായി പറഞ്ഞത് 3 സന്ദർഭങ്ങളിൽ നമ്മളോട് ഒരേ ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്. എന്താണ് ആ ചോദ്യം എന്നതാണ്. 3 സന്ദർഭങ്ങളിൽ ഒരേ ചോദ്യം. 1 മരണസമയം, 2 യൗമുൽ ബഅസിൽ പുനരുദ്ധാരണ ദിവസം എഴുന്നേൽപ്പിക്കപ്പെട്ടതിന് ശേഷം വിചാരണയുടെ സമയത്ത്, 3 നരകത്തിലേക്ക് എറിയപ്പെട്ടതിന് ശേഷം. ഈ 3 സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തായിരുന്നു ആ ചോദ്യം? അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. സൂറത്തുൽ മുഅ്മിനൂനിലെ ഏതോ ഒരു ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടില്ല. ആയത്ത് ഫുള്ള് പറഞ്ഞിരുന്നോ? എങ്ങനെ? എന്തായിരുന്നു അപ്പൊ ആ ചോദ്യം? 3 സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഒരേ ചോദ്യം, വളരെ നിർണായകമായ, വളരെ പ്രധാനപ്പെട്ട ഈ 3 സന്ദർഭങ്ങളിൽ നമ്മളോട് ചോദിക്കുന്ന ഒരേ ചോദ്യം എന്താണ്? അലം തക്കുൻ ആയാതി തുത്ല അലൈക്കും. അതാ ചോദ്യം. അലം തക്കുൻ ആയാതി തുത്ല അലൈക്കും, നിങ്ങൾക്കുമേൽ എൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവോ എന്നാണ്. നിങ്ങൾ ഖുർആൻ അല്ലെങ്കിൽ എൻ്റെ ആയത്ത് ഓതിയിരുന്നോന്നല്ല, നിങ്ങൾ ഓതിയിരുന്നോന്നല്ല, പിന്നെന്താണ്? നിങ്ങൾക്കുമേൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടിരുന്നോന്നാണ്. അപ്പൊ അതിന്റെ മറുപടിയും അത് തന്നെ പറയുന്നുണ്ട്. ഇതേ സൂറത്തിൽ തന്നെ, സൂറത്തുൽ മുഅ്മിനൂൻ തന്നെ. എന്താണ്? ഖദ് കുൻതും ആയാതി തുത്ല അലൈക്കും, നിങ്ങൾക്കുമേൽ എൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. നിങ്ങൾക്കുമേൽ എൻ്റെ, തീർച്ചയായും നിങ്ങൾക്കുമേൽ എൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എന്താക്കി? നിങ്ങളുടെ ആക്കാബിക്കും തങ്കിസു, നിങ്ങളുടെ മടമ്പുകൾ മുന്നിലാക്കി തിരിച്ചുപോയി എന്നാണ് അല്ലാഹ് പറഞ്ഞത്. മടമ്പുകൾ മുന്നിലാക്കി പറഞ്ഞാൽ നിങ്ങളെ മടമ്പ് എൻ്റെ മുന്നിലായാൽ എപ്പോഴാ? നിങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ നിങ്ങളുടെ പണിക്ക് പോയി എന്നാണ് അല്ലാഹ് പറയണത്. വളരെ ഗൗരവമേറിയ സംഗതിയാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുക എന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓതുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം ഇരുന്ന് ഖുർആൻ ഓതാൻ, വായിക്കാം, എനിക്ക് കൂലുണ്ട്. പക്ഷെ ആരാ വായിക്കേണ്ടത്? അത് മറ്റൊരു വിഷയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് പത്രം വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് പത്രം ആരാ വരുത്തിക്കുക? അത് വായിക്കാൻ അറിയണവനാണ്, അല്ലേ? അപ്പൊ ഖുർആൻ ആരാ വായിക്കേണ്ടത്? വായിക്കാൻ അറിയുന്നവൻ വായിക്കണം.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഖുർആൻ മുഴുവനും പഠിച്ചിട്ട് ഖുർആൻ വായിക്കണ ആളാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാറ്റഗറിയിലെങ്കിലും നമ്മൾ പെടണം. നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആ വിഭാഗത്തിലും നമ്മൾ പെട്ടിട്ടില്ലെങ്കിൽ കാര്യം വളരെ ഡേഞ്ചറാണ്. അതാണ് ഒരേ ചോദ്യം 3 നിർണായക സന്ദർഭത്തിൽ ചോദിക്കുന്ന ചോദ്യം. അലം തക്കുൻ ആയാതി തുത്തില അലൈക്കും, നിങ്ങൾക്കുമേൽ എൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ എന്ന ചോദ്യമാണ്. അപ്പോൾ ഓതിക്കേൾപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് പഠിക്കുക എന്നത് തന്നെയാണ്. മറ്റൊരാളുടെ മുന്നിലിരുന്ന് പഠിക്കുക, ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, നിർബന്ധമായും ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഒരു മുസ്ലിം മാറ്റേണ്ട സംഗതിയാണ്. നിസ്കാരം ഒരു മുസ്ലിമിന് ഏതൊരു സന്ദർഭത്തിലും ഒഴിവാക്കാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് ഖുർആനിൻ്റെ പഠനവും ഏതൊരു സന്ദർഭത്തിലും ഒരു മുസ്ലിമിന് ഒഴിവാക്കാൻ പറ്റൂല. നിസ്കാരം സമയവും നേരവും നിശ്ചയിക്കപ്പെട്ട ഫർളാണ്. അത് കിതാബൻ മൗഖൂത്ത. എന്നാൽ ഖുർആൻ അതിലും അള്ളാഹു നമുക്ക് ഇളവ് നൽകി, നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ അത് പഠിച്ചാൽ മതി. പക്ഷെ ജീവിതത്തിൽ അത് പഠിക്കുന്ന ഒരാളായിട്ട് മാറണം എന്നതാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയത് മാറ്റണം എന്നതാണ്. അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന വിഷയം നമ്മളെ ജീവിത സൂറത്തു നൂറ് നമുക്കൊരു വല്ലാത്ത പ്രകാശം നൽകുന്ന സൂറത്താണ്. അതിൻ്റെ അർത്ഥം പോലെ തന്നെ. അപ്പം ആ പ്രകാശം നാളെ മഹ്ശറയിൽ നമുക്ക് പൂർത്തിയാക്കി റബ്ബന അത്തിമിം ലനാ നൂറന എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട നൂറാണ് ഇപ്പം നമ്മളെ കൈകളിലുള്ളത്. ആ നൂറാണ് നമ്മൾ പഠിക്കണത്. ഖുർആൻ തന്നെ നൂറാണ്. ആ ഖുർആനിലെ ഒരു പ്രത്യേകം സൂറത്തിൻ്റെ പേര് തന്നെ എന്താണ്? നൂറ് എന്നാണ്. ആ സൂറത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പം ജീവിതത്തെ ഇരുട്ടാക്കി മാറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഓതി വെച്ച ആയത്തിൽ നമ്മൾ പഠിക്കാൻ പോണത്. അതായത് പലരുടെയും ജീവിതത്തെ ഇരുട്ടാക്കിയ സംഗതി, പലരുടെയും ജീവിതത്തെ ഇരുട്ടാക്കിയ സംഗതി, നമ്മുടെ ജീവിതത്തെയും ഇരുട്ടാക്കി മാറ്റുന്ന സംഗതി. അത്തരമൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ആയത്തിൽ ഇഹത്തിലും പരത്തിലും ശിക്ഷയുള്ള വിഷയമായിട്ടാണ് പറയണത്. ഇഹത്തിലും പരത്തിലും ശിക്ഷയുള്ള ഏതാനും ചില കാര്യങ്ങൾ, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ആഖിറത്തിലും ദുനിയാവിലും ശിക്ഷ കിട്ടുന്ന കാര്യം എന്തൊക്കെയാണ് എന്നത്, ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഈ ആയത്തിൽ പരാമർശിക്കുന്ന വിഷയവും അത്തരം ഒരു കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതാൻ പഠിച്ചു. അപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ച് ഓതിയതിന് ശേഷം നമുക്ക് വ്യത്യസ്ത ഖിറാഅത്തുകൾ കേൾക്കാം. അതിന് ശേഷം അതിൻ്റെ അർത്ഥം നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ഓതുക. لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ഈ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആവർത്തിക്കണില്ല. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വ്യത്യസ്ത ഖിറാഅത്തുകളായ
തർത്തീലും തദ്ബീറും തഹ്ഖീഖും ഹദറും ഈ 4 ഖിറാഅത്തുകളാണ്. ആ 4 ഖിറാഅത്തുകളുടെ ഏതാനും ഉദാഹരണങ്ങൾ കേൾക്കാം. അതുകൂടെ إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله
ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു. ഇന്ന തീർച്ചയായും, അല്ലദീന യാതൊരു കൂട്ടർ, യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു. ഇതർത്ഥം ഇന്ന തീർച്ചയായും, അല്ലദീന യാതൊരു കൂട്ടർ, യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇന്നല്ലദീന യുഹിബ്ബൂന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന യാതൊരു കൂട്ടർ, തീർച്ചയായും ഇഷ്ടപ്പെടുന്ന യാതൊരു കൂട്ടർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ. എന്തിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്? അൻ തശീഅ, അശാഅ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുക. അശാഅ പ്രചരിപ്പിക്കുക. അശാഅ യുശീഉ, ഇശാഅത്ത് പ്രചരിപ്പിക്കൽ. അപ്പം ഇവിടെ തശീഅ എന്ന് പറയാൻ കാരണം ഫാഹിഷത്ത് എന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. അപ്പൊ അൻ തശീഅ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അൻ തശീഅ, തശീഅ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുക. അൻ തശീഅ പറഞ്ഞാല് പ്രചരിപ്പിക്കുവാൻ. അപ്പൊ ഇന്നല്ലദീന യുഹിബ്ബൂന തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ, അൻ തശീഅ പ്രചരിപ്പിക്കുവാൻ. എന്ത് പ്രചരിപ്പിക്കുവാൻ? അൽ ഫാഹിഷത്തു ദുർവൃത്തി. ഫാഹിഷത്തനാല് ദുർവൃത്തി. ഒരു ദുർവൃത്തിയെ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഇന്ന തീർച്ചയായും, അല്ലദീന യാതൊരു കൂട്ടർ, യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലദീന യുഹിബ്ബൂന ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ, അൻ തശീഅ പ്രചരിപ്പിക്കുവാൻ, അൽ ഫാഹിഷത്തു ഫാഹിഷത്ത് പ്രചരിപ്പിക്കുവാൻ, ദുർവൃത്തി. അപ്പൊ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരാണോ അവർ. ആരെക്കുറിച്ചാണ്? ഫില്ലദീന ആമനു സത്യവിശ്വാസികളിൽ. സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആരാണോ അവർക്ക്. സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ ആരാണോ അവർ. ലഹും അവർക്കുണ്ട്, അദാബുൻ ശിക്ഷയുണ്ട്, അലീമുൻ വേദനാജനകമായ. ലഹും അവർക്കുണ്ട്, അദാബുൻ അലീമുൻ വേദനാജനകമായ ശിക്ഷയുണ്ട്, ഫിദ്ദുനിയ വൽ ആഖിറ ഇഹത്തിലും പരത്തിലും. ഫിദ്ദുനിയ ഈ ഐഹിക ജീവിതത്തിലും, വൽ ആഖിറ വരാൻ പോകുന്ന പരലോകത്തും. അപ്പൊ ഇഹത്തിലും പരത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു തീർച്ചയായും, വല്ലാഹു അല്ലാഹു യഅലമു അവൻ എല്ലാം അറിയുന്നു. വഅൻതും എന്നാൽ നിങ്ങളാകട്ടെ, ലാ തഅലമൂൻ നിങ്ങൾ അറിയുന്നില്ല. അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ എങ്ങനെ അർത്ഥം പറയാം? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരായ ആളുകൾ അവരാരാണോ തീർച്ചയായും അവർക്ക് ലഹും അവർക്കുണ്ട് അദാബുൻ അലീമുൻ വേദനാജനകമായ ശിക്ഷയുണ്ട് ഫിദ്ദുനിയ വൽ ആഖിറ ഇഹത്തിലും പരത്തിലും. വല്ലാഹു യഅലം അല്ലാഹു എല്ലാം അറിയുന്നു. വഅൻതും നിങ്ങളാകട്ടെ ലാ തഅലമൂൻ നിങ്ങൾ ഒന്നും അറിയുന്നില്ല. അപ്പൊ അർത്ഥം എഴുതിക്കോളൂ ആയത്തിന്റെ ഒരുമിച്ചുള്ള അർത്ഥം. തീർച്ചയായും സത്യവിശ്വാസികൾക്കിടയിൽ
ദുർവൃത്തി പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാരാണോ അവർക്ക് ഈ ലോകത്തും പരലോകത്തും വേദനയേറിയ ശിക്ഷയാണുള്ളത്. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ആയത്തിന്റെ ആശയം മനസ്സിലായില്ല? അർത്ഥം, ആയത്തെ കേട്ട അർത്ഥം മനസ്സിലാവുമോ എന്ന് പറയട്ടെ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു. അർത്ഥം പറയട്ടെ. സത്യവിശ്വാസികൾക്കിടയിൽ ഫാഹിഷത്ത് പ്രചരിപ്പിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരാരാണോ അവർക്ക് ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, പരത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് ഉള്ളത്. വല്ലാഹു യഅലമു വ അൻതും, തീർച്ചയായും അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഞാൻ ആയത്ത് ഓതി വെക്ക്. എല്ലാവരും അർത്ഥം മനസ്സിലാക്കിയിട്ട് നോക്കട്ടെ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയർത്തുന്ന വിഷയമാണ് ഖുർആനിലെ ഒരായത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുക എന്നത്. ഖുർആൻ ഓതുന്ന സമയത്ത് അർത്ഥം മനസ്സിലാക്കി ഓതാൻ കഴിയുക എന്നത്, ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് ഒരു ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഇമാമ് ഓതുന്ന ആയത്തുകളിൽ ഏതെങ്കിലും ഒരായത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് ഉണ്ട് എങ്കിൽ
അവിടെ നമ്മുടെ പദവിയും നമ്മുടെ സ്ഥാനവും അള്ളാഹുവിനടുക്കൽ ഉയരും. ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഫാഹിഷത്ത്? ഫാഹിഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പെടും? ഖുർആനിൽ മറ്റെവിടൊക്കെയാണ് ഈ ഫാഹിഷത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞത്? ഒന്ന്. രണ്ടാമത്തെ അതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ്, പിന്നെ നമ്മൾ എന്ത് പ്രചരിപ്പിക്കാനാണ് ഇഷ്ടപ്പെടേണ്ടത്? എന്താണ് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടേണ്ടത്? ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ഫാഹിഷത്ത് എങ്കിൽ പ്രചരിപ്പിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത, പ്രചരിപ്പിക്കുന്നതും ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഫാഹിഷത്ത്. ആ ഫാഹിഷത്ത് എന്താണ് എങ്കിൽ പ്രചരിപ്പിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? പ്രചരിപ്പിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടേണ്ട കാര്യം എന്താണ്? അത് ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒന്ന്, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. രണ്ടാമത്തെ കാര്യം, ഇഹത്തിലും പരത്തിലും ശിക്ഷയുള്ളത് ഏതൊക്കെ കാര്യങ്ങളിൽ? ഇഹത്തിലും പരത്തിലും ശിക്ഷ, അങ്ങനെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ കാര്യം, അള്ളാഹു അറിയും നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അമലാക്കേണ്ടത്? അള്ളാഹു അറിയും നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ എങ്ങനെ അമലാക്കണം? ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇത് പറയേണ്ടതുണ്ട്. അള്ളാഹുവേ, എനിക്കൊന്നും അറിയില്ല, നീയാണെല്ലാം അറിയുന്നവൻ എന്ന് പറയേണ്ട ഘട്ടമുണ്ട്. അതാണ് അമലാക്കുക എന്ന് പറഞ്ഞാൽ. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? അത്തരം ചില സന്ദർഭങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ പറയേണ്ടത്? ഇങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ആയത്തിൽ തദബ്ബുർ ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ശാരീരികമായ അസുഖങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു തആല എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കട്ടെ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് നീക്കിത്തരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.